ബ്രാഹ്മണോ യജേത എന്നിങ്ങനെ വാക്യമുണ്ട്. വാജപേയ സോമയാഗാദി കർമ്മങ്ങൾ ബ്രാഹ്മണൻ തന്നെ ചെയ്യണം. രാജസൂയം അശ്വമേധമാദിയായ കർമ്മങ്ങൾ ക്ഷത്രിയൻ തന്നെയാണ് ചെയ്യേണ്ടത്. ക്ഷത്രിയർക്കു വേണ്ടി ആണ് പ്രസ്തുത കർമ്മങ്ങളുടെ വിധാനമുള്ളത്. രാജസൂയേന സ്വാരാജ്യകാമോ യജേത. വൈശ്യസ്തോമാദി കർമ്മം വൈശ്യനു വേണ്ടി തന്നെയാണ്. നിഷാദ സ്ഥപതിം യജേത എന്നിങ്ങനെ വാക്യങ്ങൾ കൊണ്ട് വിഹിതങ്ങളായ കർമ്മങ്ങൾ ശൂദ്രനു വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കെ സോമയാഗം, വാജപേയം തുടങ്ങിയവ ക്ഷത്രിയൻ ചെയ്താൽ, രാജസൂയം, അശ്വമേധം ആദിയായവ ബ്രാഹ്മണൻ ചെയ്താൽ അത് അഗ്നിയിൽ നെയ് വെറുതെ ഒഴിച്ചതായി കണക്കാക്കിയാൽ മതി. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഹ ഫലഹേതവാഹ. 49 ശ്ലോകമാണ്. 2-ാം അധ്യായം സാഖ്യ സന്ദർഭത്തിലെ 49 ശ്ലോകമാണ് ഇത്. ബുദ്ധിയോഗം ഭഗവതർപ്പണമായി കർമ്മം ചെയ്യുവാൻ ഉപദേശിക്കുന്ന ബുദ്ധിയോഗത്തെ, അത് ഭഗവാൻ ഉപദേശിക്കുവാനുള്ള കാരണമാകട്ടെ 47-ാം ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ അർജുനനോട് ഉപദേശിച്ച 3 സൂത്രങ്ങളാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാതേ സങ്കോസ്ത്വ കർമ്മണി. ഈ 4 സൂത്രങ്ങളിൽ ഫലഹേതു ആകരുത് എന്ന നിർദ്ദേശമാണ് അർജുനന് മനസ്സിലാകാൻ പ്രയാസമായി വന്നത്. അതിനെ സ്പഷ്ടമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കുക, അതുകൊണ്ട് ഫലഹേതു ആകാതിരിക്കാം, ഫലഹേതുത്വത്തിൽ നിന്ന് രക്ഷപ്പെടാം, അകൃപണനുമാവാം. ഇങ്ങനെയാണ് 2 ശ്ലോകങ്ങളും ചേർത്തു വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ താല്പര്യത്തിലേക്ക് കടക്കാം. ദൂരേണ ഹ്യവരം കർമ്മബുദ്ധിയോഗാത്. വരം എന്നാൽ വരണീയം, സ്വീകരണീയമാം വിധം ശ്രേഷ്ഠം. വരണീയ കർമ്മം എന്താണ്? മാ ഫലേഷു കദാചന. ഫലം ഇച്ഛിക്കാതെ കർമ്മത്തെ ചെയ്യുക. യോഗസ്ഥഃ കുരു കർമാണി ഇത്യാദി കൊണ്ട് എന്ത് നിഷ്കാമകർമ്മം പറഞ്ഞുവോ അത് ശ്രേഷ്ഠകർമ്മമാണ്. അതിൽ നിന്ന് അന്യമായത് അവരകർമ്മമാണ്. അതെങ്ങനെയുള്ള കർമ്മമാണ്? സംഘയുക്ത കർമ്മം, സംഘയുക്തമായ, ചേർച്ചയുള്ള. സംഘം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സകാമമായ കർമ്മം, കാമ്യകർമ്മം എന്ന നിലയിൽ കാമത്തോടു കൂടി ചെയ്യുന്ന കർമ്മം, അത് അവരമാണ്. പ്രതിഷിദ്ധകർമ്മവും അവരമാണ്. എന്നാൽ ഇവിടെ പ്രതിഷിദ്ധകർമ്മത്തിൻ്റെ ചർച്ചയില്ല. പ്രതിഷിദ്ധകർമ്മത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് വൃഥാവിലാണ്. ഇവിടെ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചാണ് വിചാരം ചെയ്യുന്നത്. ശാസ്ത്രീയമായ നിലയിൽ സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് സകാമകർമ്മം ബുദ്ധിയോഗത്തിൽ നിന്ന് ദൂരേണ
അത്യന്തം അകലെയാണ്, അത്യന്തം വിരുദ്ധമാണ്. എന്നു പറഞ്ഞാൽ ബുദ്ധിയോഗത്തിൽ നിന്ന് സകാമകർമ്മം അത്യന്തം വിരോധിയാണ്. ബുദ്ധിയോഗത്തിൻ്റെ മുഖം പൂർവാഭിമുഖമാണെങ്കിൽ അത് പൂർവദിങ്മുഖത്തിലേക്കു തന്നെയാണ് പോകുന്നത്. എങ്കിൽ അവരകർമ്മത്തിൻ്റെ മുഖം പശ്ചിമമാണ്, അത് പശ്ചിമ ദിക്കിലേക്കാണ് ഓടുന്നത്. ഏതർത്ഥത്തിലും ഇത് നമുക്ക് നോക്കാം. ഇടത്തോട്ടും വലത്തോട്ടുമാണവ. പൂർവശ്രുതി കഠോപനിഷത്ത് ഭഗവത്ഗീതയിലെ ദർശനത്തിന് കാരണമായ ശ്രുതി കഠമാണ്. അതിൽ യമരാജൻ നചികേതസിനോട് പറയുന്നുണ്ട്, ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാച്ച വിദ്യേതി ജ്ഞാതം വിദ്യാഭീപ്സിനം നചികേതസമ്മന്യേ നത്വാ കാമ ബഹവോ അലോലുപന്ത. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാച്ച വിദ്യേതി ജ്ഞാത വിദ്യാഭീപ്സിനം നചികേതസമ്മന്യേ നത്വാ കാമ ബഹവോ അലോലുപന്ത. വിദ്യയും അവിദ്യയും ഇവ രണ്ടും അത്യന്തം വിപരീതമാണ്. വിശ്വക് അഞ്ചത വിഭിന്ന മാർഗഗാമിയാണ്. ഏതെല്ലാം അവിദ്യയും വിദ്യയും, അവിദ്യ അത്യന്തം വിപരീതമാണ്. അതാകട്ടെ ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാവും. പറയേണ്ടതിൻ്റെ പോലും ആവശ്യമില്ല. കാരണം ഒന്ന് അവിദ്യയാണ്, ഒന്ന് വിദ്യയാണ്, നേരെ എതിരാണ്. അതുകൊണ്ടിവിടെ അവിദ്യാശബ്ദം ഉപനാമമാണ്. ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം. നമ്മുടെ ദർശനപ്രകാരം കർമ്മം അവിദ്യാകൽപിതമാണ്. നിത്യ അനിത്യ വസ്തു വിവേകവും ഇഹ അമൂത്ര ഫലഭോഗ വിരാഗതയും വരാത്ത വേളയിൽ നിത്യാനിത്യങ്ങളെ തിരിച്ചറിയാതെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ബന്ധത്തിൽ ആ ചേർച്ചയിൽ അവിദ്യയിൽ ഉളവാകുന്നതാണ് കർമ്മം. കർമ്മം വിദ്യയിൽ നിന്ന് അത്യന്തം വിരുദ്ധമാണ്. അതിനാൽ അവിദ്യാശബ്ദം കൊണ്ട് പറഞ്ഞു. രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, പരസ്പരം വിരോധികളായാൽ അവർ പരസ്പരം കാണാൻ പോലും കൂട്ടാക്കില്ല. അകലെ നിന്ന് കാണുമ്പോൾ തന്നെ പരസ്പരം കാണാതിരിക്കുന്നതിനു വേണ്ടി വഴിമാറിപ്പോകും. അതുപോലെ വിദ്യയും കർമ്മവും ഭിന്നമാണ്, ഒരുമിച്ച് സഞ്ചരിക്കില്ല. എന്തുകൊണ്ടാണ് കർമ്മം വിദ്യാവിരോധിയാകുന്നത്? കർമ്മം ചെയ്യുന്നതിനും കൂടി വേദാധ്യയനം ചെയ്ത് വിദ്യയെ പ്രാപ്തമാക്കേണ്ടതല്ലേ? അപ്പോൾ കർമ്മത്തെ എങ്ങനെയാണ് അവിദ്യയെന്ന് വിളിക്കുന്നത്? ഘടവിദ്യ, പടവിദ്യ, അഗ്നിവിദ്യ എന്നിവയെ അല്ല പറയുന്നത്. പരമാർത്ഥവിദ്യ, അതിനെയാണിവിടെ പറയുന്നത്.
പരമാർത്ഥവിദ്യ എന്ത്? സാ വിദ്യ യാ വിമുക്തയെ. മുക്തിയെ വിശേഷമായി തരുന്ന വിദ്യ ഏതോ അതാണ് വിദ്യ. വിമുക്തി ഉണ്ടാക്കാൻ മോക്ഷസാധന രൂപത്തിൽ ഏതൊരു വിദ്യ ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനത്തെ പറയുന്നു അതുമാത്രമാണ് വിദ്യ. ആ വിദ്യ കർമ്മത്തിന് വിരോധിയാണ്. അതുകൊണ്ട് കർമ്മത്തെ അവിദ്യ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കർമ്മം വിദ്യാവിരോധിയാണ്? ബ്രഹ്മാത്മ ഏകത്വജ്ഞാനം പ്രാപ്തമായിട്ടും മഹാത്മാക്കൾ നടക്കുന്നില്ലേ, ഓടുന്നില്ലേ, പ്രവചനം നടത്തുന്നില്ലേ, ആയിരക്കണക്കിന് കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? അതെ, ഈ കർമ്മങ്ങളെ ഒന്നും ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞില്ല. അധ്യാസപുരസ്സരമായ ഏത് കർമ്മമുണ്ടോ അതിനെയാണ് ഇവിടെ അവിദ്യാപദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. നടക്കുന്നതും ഓടുന്നതുമെല്ലാം ശരീരകർമ്മമെന്ന് പറയപ്പെടുന്നു. ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം. അധ്യാസപൂർവക കർമ്മം, അതായത് വിഹിതം ഏവം പ്രതിഷിദ്ധം, അതിനെയാണ് ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞത്. ബ്രാഹ്മണോ യജേത എന്നിങ്ങനെ വാക്യമുണ്ട്. വാജപേയ സോമയാഗാദി കർമ്മങ്ങൾ ബ്രാഹ്മണൻ തന്നെ ചെയ്യണം. രാജസൂയം അശ്വമേധമാദിയായ കർമ്മങ്ങൾ ക്ഷത്രിയൻ തന്നെയാണ് ചെയ്യേണ്ടത്. ക്ഷത്രിയർക്കു വേണ്ടി ആണ് പ്രസ്തുത കർമ്മങ്ങളുടെ വിധാനമുള്ളത്. രാജസൂയേന സ്വാരാജ്യകാമോ യജേത. വൈശ്യസ്തോമാദി കർമ്മം വൈശ്യനു വേണ്ടി തന്നെയാണ്. നിഷാദ സ്ഥപതിം യജേത എന്നിങ്ങനെ വാക്യങ്ങൾ കൊണ്ട് വിഹിതങ്ങളായ കർമ്മങ്ങൾ ശൂദ്രനു വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കെ സോമയാഗം, വാജപേയം തുടങ്ങിയവ ക്ഷത്രിയൻ ചെയ്താൽ, രാജസൂയം അശ്വമേധം ആദിയായവ ബ്രാഹ്മണൻ ചെയ്താൽ അത് അഗ്നിയിൽ നെയ് വെറുതെ ഒഴിച്ചതായി കണക്കാക്കിയാൽ മതി. അത് വർണ്ണാർത്ഥം വിഹിതമായ കർമ്മമാണ്. അതുപോലെ ആശ്രമകർമ്മവും ഉണ്ട്. മേഖല, ദണ്ഡ് ആദിയായവ ധരിക്കുന്നതും മറ്റും ബ്രഹ്മചാരിക്ക് വിഹിതമായ കർമ്മമാണ്. യജ്ഞത്തിന് പതിയും പത്നിയും ഇരിക്കണം. ഇനി ഏതെങ്കിലും ബ്രഹ്മചാരി സോമയാഗമോ മറ്റോ ചെയ്താൽ അത് വൃഥാവിലാണ്. ലക്ഷചണ്ഡിയും കോടിചണ്ഡിയുമെല്ലാം ബ്രഹ്മചാരിക്ക് ചെയ്യിപ്പിക്കാം. എന്നാൽ ബ്രഹ്മചാരി ചെയ്യുന്നുവെങ്കിൽ അത് ശാസ്ത്രവിരുദ്ധമാണ്. യജമാനനെ വേറെ തയ്യാർ ചെയ്ത്, എന്നാൽ യജമാനൻ ദക്ഷിണ വാങ്ങിയില്ല, ബ്രഹ്മചാരി വാങ്ങി. ഇതൊരു വിഡംബനമാണ്. പണ്ടുകാലത്ത് യജമാനനാണ് എല്ലാം വാങ്ങിയിരുന്നത്. ചോദിച്ചു വാങ്ങുന്നതും അല്ലാതെ വാങ്ങുന്നതും അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ, ബ്രഹ്മചാരിക്ക് സപത്നികയാഗത്തിൽ അധികാരമില്ല. കാരണം പത്നിയില്ല. അതുപോലെ തന്നെ ഗൃഹസ്ഥന് ദണ്ഡ് മേഖലാദി ധാരണത്തിനും അധികാരമില്ല. അതുപോലെ പഞ്ചാഗ്നി താപാദികളുടെ അധികാരവും വാനപ്രസ്ഥന് ഗൃഹസ്ഥൻ്റെ അധികാരമില്ല. സന്യാസി പ്രണവജപാതി കർമ്മം ചെയ്യുന്നു, അദ്ദേഹത്തിൽ മറ്റധികാരമില്ല. അങ്ങനെ നാനാവിധ അധികാര വിചാര വിവേചനം ഉണ്ട്. എന്നാൽ ഇതിലേറ്റവും ഭാരിച്ച പ്രശ്നം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതുപോലെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ
സന്യാസി എന്നത് ആരാണ്? ആത്മാവോ ശരീരമോ? ആത്മാവിൽ ബ്രാഹ്മണാദി ജാതി സംഭവമല്ല. കാരണം ഈ ജന്മത്തിലെ ബ്രാഹ്മണൻ അടുത്ത ജന്മത്തിൽ ക്ഷത്രിയനാണെങ്കിൽ ജാതി സാങ്കര്യമായില്ലേ? ഈ ജന്മത്തിൽ സന്യാസിയായെങ്കിൽ അടുത്ത ജന്മത്തിലും കൂടി അയാൾ വീണ്ടും ഗൃഹസ്ഥനോ ബ്രഹ്മചാരിയോ മറ്റോ ആകാൻ കഴിയുന്നില്ല. അഥവാ അങ്ങനെ വന്നാൽ അയാൾ ആരൂഢപതിതനാണ്. അതുകൊണ്ട് വർണ്ണാശ്രമങ്ങൾ ആത്മാവിൻ്റെ ധർമ്മമല്ല, ശരീരധർമ്മമാണ്. വീണ്ടും ശരീരത്തിൽ കർത്തൃത്വമില്ല. ഇനി ശരീരം കർത്താവാണെങ്കിൽ അത് ഭോക്താവും കൂടിയാണ്. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഈ ശരീരമില്ലാതിരിക്കെ വേറെ ഭോക്താവും, കർത്താവ് വേറെ ഭോക്താവ് വേറെ എന്നാവും. അതുകൊണ്ട് ശരീര താതാത്മ്യാപന്ന ആത്മാവിനെയാണ് ശരീര താതാത്മ്യം ജാഗ്രത്തിൽ, സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണ ശരീര താതാത്മ്യം. ഇങ്ങനെ ശരീരത്തോട് താതാത്മ്യാപന്നമായ ആത്മാവാണ് കർത്താവെന്നും ഭോക്താവെന്നും മാനിക്കുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നെല്ലാം മാനിക്കുന്നത് ഈ അധ്യാസം വന്ന ആത്മാവാണ്. അതിനാൽ ശരീര താതാത്മ്യാപന്ന ആത്മാവിനെ തന്നെയാണ് ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, വൈശ്യനായി, ശൂദ്രനായി ഒക്കെ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണാദി വർണ്ണങ്ങളും ബ്രഹ്മചാരി തുടങ്ങിയ ആശ്രമങ്ങളും പറയാൻ യോഗ്യമായിട്ടുള്ളത് ഇവരെയാണ്. തദ്ഫലമായി ശരീരാദി താതാത്മ്യാധ്യാസയുക്തം തന്നെ കർത്താവും ഭോക്താവുമാണ്. അതായത് അധ്യാസം കാരണം ശരീരവുമായി, ഇന്ദ്രിയങ്ങളുമായി, അന്ധക്കരണവുമായി അധ്യാസം കൊണ്ട് താതാത്മ്യം പ്രാപിച്ച് അധ്യാസം നിമിത്തം അവിദ്യയുള്ളവനാണ് കർമ്മത്തിന് അധികാരി. വിദ്യ ഇതിൽ നിന്ന് അത്യന്തം വിപരീതമാണ്. കർമ്മ അധികാരിക്കുള്ളതല്ല വിദ്യ. അവിടെ ആത്മാവും ശരീരവും തമ്മിൽ ഭേദജ്ഞാനമുണ്ട്. അപ്പോൾ ബ്രാഹ്മണോ യജേത ഇത്യാദി വാക്യങ്ങളുടെ വിഷയം തന്നെ ഉണ്ടാവില്ല. കാരണം അയാൾ വിദ്യാവാനാണ്. അതുകൊണ്ടാണ് ദൂരമേതേ വിപരീതേ എന്ന് യമധർമ്മൻ പറഞ്ഞത്. ഭഗവാൻ ആദ്യ ശങ്കരാചാര്യജി എപ്പോൾ ദക്ഷിണയാത്രയിലായിരുന്നുവോ അപ്പോൾ ഒരു ബ്രാഹ്മണൻ തൻ്റെ 12 വയസ്സുള്ള പുത്രനെയും കൂട്ടി വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കരയാൻ തുടങ്ങി. ആ ബാലൻ കുട്ടിക്കാലം മുതൽ അത്യന്തം ജഡനെ പോലെയാണ്. എന്തെങ്കിലും സംസാരിക്കുകയോ അനുഷ്ഠിക്കുകയോ ഇല്ല, ചിരിക്കുകയോ കളിക്കുകയോ ഇല്ല, എഴുതുകയോ വായിക്കുകയോ ഇല്ല. ബ്രാഹ്മണൻ വിചാരിച്ചു, 12 വയസ്സ് കഴിഞ്ഞു, ഇപ്രകാരമായാൽ അയാൾ സംസ്കാരകർമ്മങ്ങളില്ലാതെ വ്രാത്യനായിപ്പോകും. 12 വയസ്സിനു മേൽ 12 വയസ്സിനുള്ളിൽ എങ്ങനെയും ഉപനയന സംസ്കാരാദികൾ ചെയ്യണം.
ചെയ്യിക്കണം. എന്നിട്ടും ആന്തരിക ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ശൂദ്രസമാനൻ തന്നെയാവും. ഇങ്ങനെ പറഞ്ഞ ആചാര്യപാദങ്ങളിൽ അച്ഛനും അമ്മയും നമസ്കരിച്ചു. അത് കഴിഞ്ഞ് അവർ കുട്ടിയെ ആചാര്യനും മുമ്പിൽ നമസ്കരിപ്പിച്ചു. അപ്പോൾ അവനാകട്ടെ നമസ്കരിച്ചങ്ങനെ കിടന്നു. ആചാര്യൻ ബ്രാഹ്മണനോട് ചോദിച്ചു, ഇവൻ എങ്ങനെയുള്ള കുട്ടിയാണ്? ബ്രാഹ്മണൻ പറഞ്ഞു, കണ്ടില്ലേ, അത്യന്തം ജഡനാണ്, നമസ്കരിച്ചാൽ അതുപോലെ കിടക്കും. ഇവൻ വർത്തമാനം പറയുകയോ നടക്കുകയോ കളിക്കുകയോ ചിരിക്കുകയോ ഒന്നുമില്ല. മറ്റു കുട്ടികൾ കളിക്കാൻ വിളിച്ചാൽ ജഡനായിരിക്കും. മറ്റുള്ള കുട്ടികൾ വന്ന് ഉപദ്രവിച്ചാലും കരയുകയില്ല. ആഹാരം കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ആചാര്യൻ ആ ബാലനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ ബാലനോട് സൗമ്യമധുരമായി ചോദിച്ചു, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം കുതയാഗതോസി ഏതന്മയേദം വദചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി. സ്ഫുടമായ സംസ്കൃത ഭാഷയിൽ ഒന്നും പറയില്ലാത്ത കുഞ്ഞിനോട് ആചാര്യശങ്കരൻ ആ അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് ചോദിച്ച ചോദ്യം ഇതാണ്, കസ്ത്വം ശിശു കസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം കുതയാഗതോസി ഏതന്മയേദം വദ ചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി. കസ്ത്വം ശിശോ, അല്ലയോ കുഞ്ഞെ, നീ ആരാണ്? കസ്യ, നീ ആരുടേതാണ്? കസ്ത്വം ശിശോ കസ്യ, ഹേ കുഞ്ഞെ, നീ ആരാണ്? നീ ആരുടേതാണ്? കുതോസി ഗന്ധ, എവിടെ പോകുന്നു? കിം നാമതേ, നിന്റെ പേരെന്താ? ത്വം കുതയാഗതോസി, നീ എവിടെ നിന്ന് വരുന്നു? ഇത് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. ഏതന്മയേദം, ഇതം ഏതന്മയ, എന്നാൽ പറയപ്പെട്ടതാണ്. നീ എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഇതിൻ്റെ ഉത്തരം നൽകിയാലും എനിക്ക് പ്രീതിയുണ്ടാകും വിധം ഇതിൻ്റെ ഉത്തരം നീ നൽകിയാലും നീ പ്രീതി ഉളവാക്കുന്നവനാണ്, പ്രിയ വക്താവാണ്. കുഞ്ഞെ, എനിക്ക് പ്രീതിയെ ചെയ്യുമാറ് പറഞ്ഞാലും ആചാര്യൻ്റെ പ്രശ്നം കേട്ട് അച്ഛനമ്മമാർ വല്ലാതെ ചിന്താക്കുഴപ്പത്തിലായി. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. ഉന്നതമായ ഉദാത്തമായ കർമ്മത്തിന് ഹേതുവാകരുതെന്നുള്ളതിനെ ആസ്പദമാക്കിയുള്ള ഭഗവത് ചിന്തയുടെ ഭാവതലങ്ങൾ ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി സമസ്ത ജനങ്ങൾക്കുമായി നൽകിയതാണ്. ആ ദർശന സവിശേഷതയ്ക്ക് മുമ്പിൽ അഹൈതക കൃപാസിന്ധുവായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.